എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കറി ചക്കക്കുരു കിട്ടി ഞങ്ങൾക്ക് കുറച്ച്. ഞങ്ങളുടെ തറവാട്ടിലെ കുഞ്ഞുമ്മ തന്നതാട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ചക്കക്കുരു വാങ്ങി മുരിങ്ങാക്കോലും ഇട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അച്ഛന് ചക്കക്കുരു മാങ്ങയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചക്കക്കുരു മാങ്ങ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്കക്കുരു വേവിക്കാനായിട്ട് കുക്കറിലാട്ടോ വേവിക്കണം. കാരണം അത് നല്ലോണം മൂത്ത കുരുവല്ല. അപ്പോൾ മുളക് പൊടി ഇട്ടു, അത്രയും മതി കേട്ടോ. കുറച്ച് മുളക് പൊടി മതി. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പ് ഞാൻ ഇട്ടു. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. കുക്കറിൽ സാധാരണ ചക്കക്കുരു മാങ്ങയും വയ്ക്കുമ്പോൾ ഞാൻ ചക്കക്കുരു കുക്കറിൽ വേവിച്ചിട്ടാണ് ചട്ടിക്കത്തിലേക്ക് മാറ്റുള്ളൂ കേട്ടോ. അല്ലാതെ മാറ്റില്ല. കാരണം പറഞ്ഞാൽ ചക്കക്കുരു ചില കുരുവിന് വേവ് ഒരുപാട് കുറവുണ്ട്, പെട്ടെന്ന് വേവില്ല. ചില കുരു പെട്ടെന്ന് വേവും. എന്നാലും കുക്കറിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, 1-2 വിസിൽ. പിന്നെ ഞാൻ മുരിങ്ങാക്കോല് വാങ്ങിച്ചു, ഒരു മാങ്ങ. പിന്നെ അവസാനം ഒരു കാര്യം ചെയ്യൂ കേട്ടോ, അത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കണം. അപ്പോൾ പറയാം വീഡിയോ അതെന്താണെന്നുള്ളത്. അപ്പോൾ കാണാം കേട്ടോ. കടുക് പൊട്ടിക്കുമ്പോൾ എല്ലാവർക്കും ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ അതെന്താണെന്നുള്ളത് അറിയാം. അതവിടെ ഇരുന്നൊരു വിസിൽ വന്ന് വേവട്ടെ. 2 മുരിങ്ങാക്കോലും ഇട്ടാണ് അത് വേവിക്കണം. മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചക്ക. അതിൻ്റെ ചക്കക്കുരുവിനും കൊണ്ട് ഒരുപാട് ഔഷധ ഗുണമുണ്ട് കേട്ടോ. ക്യാൻസറിനെ തടുക്കാനെന്നൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ആ ചക്കക്കുരുവിൻ്റെ കുരുത്തോലി കഴിഞ്ഞിട്ടുള്ള ബ്രൗൺ നിറത്തിലിരിക്കണ ചവർപ്പ്, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചക്കക്കുരു ഒഴുകി കഴിക്കുന്നവരുണ്ട്. ചക്കക്കുരു കൊണ്ട് പല കറികളും വെക്കും കേട്ടോ. ചീരയില വയ്ക്കും, മുരിങ്ങയിലയും ചക്കക്കുരും കൂടെ വയ്ക്കും. പിന്നെ ചക്കക്കുരു വട്ടത്തിൽ നുറുക്കിയിട്ട് ഇറച്ചിയിട്ട് വയ്ക്കും. അങ്ങനെയൊക്കെ എൻ്റെ അമ്മച്ചി ഞങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ വെക്കാറുണ്ട്. മാങ്ങ എല്ലായിടത്തൊക്കെ ആയി വന്നു തുടങ്ങി കേട്ടോ. ചിലയിടത്തൊക്കെ ആയി. ഇത് മൂവണ്ട മാങ്ങയാണ്. തേങ്ങ അരച്ചിട്ട് കടുക് പൊട്ടിക്കണം. ഫിംഗർ ക്യാപ്പ് ഇടാത്തതിനാന്ന് വെച്ചാൽ ഫിംഗർ ക്യാപ്പ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളൂ. ഇടുമ്പോൾ എനിക്കൊരു തടസ്സം വരും. അപ്പോൾ പിന്നെ എല്ലാവരും ചക്കക്കുരു മാങ്ങ വയ്ക്കുക എങ്ങനെയാണോ മാങ്ങ അരിയണേ? ഞങ്ങളാ ചക്കക്കുരുവിൻ്റെ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ, നീളത്തിലല്ലേ ചക്കക്കുരു. ഇതും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാട്ടോ. കാരണം പറഞ്ഞാൽ ചക്കക്കുരു വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതൊക്കെ അരമുറി തേങ്ങയും കൂടി അരച്ച് ചേർക്കണം. ഇതൊന്ന് കഴുകിക്കൊണ്ട് വരാം.
പറഞ്ഞിരിക്കുകയാണ് ചക്കക്കുരുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കാതെ തന്നെ വിസിൽ വന്നില്ലേ, അത് മാറ്റിക്കളയാം. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടോ തേങ്ങ ഇടണേ, അത് നേരത്തെ സ്ലാവയിൽ പിടിപ്പിച്ചേർന്നതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ നിന്ന് ചേർന്നപ്പോൾ കൈയുടെ ദൂരം വേദന എടുക്കണ കാരണം ഞാൻ പറഞ്ഞു 2 കൊല്ലം മുമ്പ് ഞങ്ങൾ മണപ്പുറത്ത് പോയപ്പോൾ മേടിച്ചതാണ് ഞാൻ. രണ്ട് 3 വർഷം മുമ്പ് ഞങ്ങൾ ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് പോയി. ശിവരാത്രി മണപ്പുറത്ത് കാണാനായിട്ട് പോയപ്പോൾ ഞങ്ങൾ മേടിച്ചതാണ്. ഇതിന് ഒരുപാട് വിലയൊന്നും ആയില്ല കേട്ടോ, 150 രൂപ 120 രൂപ എങ്ങാണ്ടായുള്ളൂ. പക്ഷേ ഈ ഇതിനെന്താ പറയണതെന്ന് എനിക്കറിയില്ല. ചെരവനാക്ക്, ഈ ചെരവനാക്ക് ഞാൻ വേറെ മേടിച്ചിട്ട് പിടിപ്പിച്ചു. ഇവിടെ വരുന്ന പ്രിൻസിനെ കൊണ്ട് പിടിപ്പിച്ചതാണ്. എനിക്കിങ്ങനെ ഒരു ചെറിയ അസുഖം. നിലത്തിരുന്ന് ചെരണ്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അരമുറി തന്നെ മതി. അതിന് മതി. ഇപ്പം ഇച്ചിരി അധികമാണെങ്കിലും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ സാധനം കേട്ടോ അത്. കാന്താരി ഇത് 2 എണ്ണം നമുക്ക് ഈ അരയ്ക്കണതിൻ്റെ കൂടെ ഇടാം കേട്ടോ. നല്ല എരിവാണ്. പൊട്ടിക്കുമെന്ന് ചോദിച്ചാൽ പൊട്ടിക്കാൻ ഞാൻ ചമ്മന്തിയൊക്കെ അരയ്ക്കുകയാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് പറിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ചക്കക്കുരു മാങ്ങയിലും ഇതൊക്കെ ചെല്ലുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. പൊതിഞ്ഞ് അപ്പം അങ്ങനെ എന്ത് പിന്നതേ ചക്കക്കുരു മാങ്ങയൊക്കെ ഞാൻ ഈ ചട്ടിക്കലത്തിലാട്ടോ വയ്ക്കാറ്. മോരുകറി ആണെങ്കിലും ഒക്കെ ചട്ടിക്കലത്തിൽ വയ്ക്കും.
നല്ല എരിവാണ് കേട്ടോ. കാന്താരി ഞാൻ ഇട്ടില്ലേ, കുറച്ച് മുളക് പൊടിയാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പം പിന്നെ അത് കാശ്മീരി മുളക്, അതുകൊണ്ടാണ് ഏറെ പോയി നോക്കട്ടെ കേട്ടോ. പോയില്ല. ഉണ്ടോ ഉള്ളി? ഇത് മാങ്ങ കേട്ടോ, ചെമ്മീൻ. നമുക്കിതിൻ്റെ വാലും തലയും കിള്ളി കളഞ്ഞെടുക്കാം കേട്ടോ. വാലും തലയും കിള്ളി കളഞ്ഞെടുക്കാം. സോറി, വാല് കളഞ്ഞിട്ടില്ല, തല കിള്ളി കളഞ്ഞു. ഇങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ? ചക്കക്കുരു, മാങ്ങ, മുരിങ്ങാക്കോല്. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട അങ്കമാലിയിലേക്ക് ഇത് പ്രധാനപ്പെട്ട ഒരു കറി കേട്ടോ. ചക്കക്കുരു, മാങ്ങയും മുരിങ്ങാക്കോല്, ചെമ്മീൻ കേട്ട് ഞങ്ങൾ കറി വയ്ക്കും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നൊയമ്പ് പിടിക്കാറായി എന്ന് പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾക്കൊക്കെ 3 നൊയമ്പ് പിടിക്കും. അപ്പോൾ ഞങ്ങൾക്ക് 3 ദിവസം കൃത്യമായിട്ട് നൊയമ്പ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 18-ാം ദിവസം 50 നൊയമ്പ് പിടിക്കും. അങ്ങനെ വരുന്ന ഞായറാഴ്ച പട്ടക്കാരുടെ ഓർമ്മ, പിന്നെ മരിക്കപ്പെട്ടവരുടെ ഓർമ്മ, അങ്ങനെ പിന്നെ പേത്രത്ത, പിന്നെ നൊയമ്പ് പിടിക്കും. ഇപ്പോൾ ഒക്കെ നൊയമ്പ് നോക്കലും ഒക്കെ നോക്കണവരുണ്ട്, നോക്കാത്തവരും ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് നൊയമ്പ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ നോക്കൂ കേട്ടോ. ഇവിടെയൊക്കെ എല്ലാവരും. തല എടുക്കില്ല കേട്ടോ, തലയൊക്കെ കുത്തി കൊള്ളൂലേ, തല എടുക്കില്ല. അപ്പോൾ അത് തല ഞാൻ കിള്ളിയെടുക്കും. എയർ പോയി നോക്കട്ടെ കേട്ടോ. എയർ പോയി. ചക്കക്കുരു വെന്തൊക്കെ ഉണ്ട്. ഒരു കല്ലം വേവാണ്, എന്നാലും കുഴപ്പമില്ല. ഇത് അധികം മൂക്കാത്ത ചക്കയല്ലേ ഉണ്ടോ. നമുക്കിതേ കലത്തിലേക്ക് ഇട്ടിട്ട് അടപ്പത്ത് വയ്ക്കാം കേട്ടോ. തിളച്ചാൽ പെട്ടെന്ന് വേവും. കാരണം മുരിങ്ങാക്കോല് ചക്കക്കുരുവിൻ്റെ കൂടെ ഇടാതെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഈർക്കിളി പോലെ എല്ലാം കിടക്കും. അപ്പോൾ ഇതിങ്ങനെ കിടന്നാൽ അവിടെ ഇരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് അടച്ചു വയ്ക്കും. സിമ്പിൾ കറി കേട്ടോ അത്. സിമ്പിൾ കറി എന്ന് വെച്ചാൽ ഒത്തിരി സിമ്പിളാണ്, ടേസ്റ്റുമാണ്. എൻ്റെ വീഡിയോ ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഷെയർ ചെയ്യണവർക്കും ഒക്കെ.
ഇനി കുറേ പണി കിടക്കുക കേട്ടോ. എനിക്ക് ചെടി നനയ്ക്കണം, അതൊരു മെയിൻ പണിയാണ്. കുറേ തുണി അലക്കാനുണ്ട്. പകുതി ഇന്നലെ അലക്കിയിട്ടു, പകുതി ഇന്നിങ്ങടെ അലക്കാമെന്ന് വെച്ചു. ഇന്നലെ ഞങ്ങൾ ഓമല്ലൂർ പോയേക്കായിരുന്നു. ചിലരോടൊക്കെ ഞാൻ പറഞ്ഞു. പരുമല പോയില്ല. നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ശവകുടീരത്തിൻ്റെ ആ കല്ലറയിൽ പോയി ഞങ്ങൾ കണ്ടു. പിന്നെ ആ പള്ളിയിൽ പോയി, പുതുപ്പള്ളിയിൽ പോയി, മണർകാട് പള്ളിയിൽ പോയി, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിച്ച് 4:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നു. പിന്നെ ഞാൻ കുറേ തുണി ഇങ്ങനെ ഒന്നിച്ച് കിടക്കണ കാരണം അത് അലക്കാതിരുന്നാൽ ശരിയാവില്ലോ എന്ന് ഓർത്ത് അലക്കിയിട്ടു. വെന്തില്ല, നമുക്കൊന്നോടെ 2 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാം. വെന്തട്ടെ. എനിക്ക് ഭയങ്കര ഓർമ്മ കേട്ടോ, ഭയങ്കര ഓർമ്മ. എന്ത് സാധനം വെച്ചാലും കണ്ണട ചിലപ്പോൾ കൈ പിടിച്ചുകൊണ്ട് കിടന്ന് ഞാൻ കണ്ണട നോക്കണ ആളാണ്. ചിലപ്പോൾ മൊബൈൽ ഞാൻ നടക്കുന്നിടത്തൊക്കെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ മിക്കവാറും അച്ഛനാണ് എനിക്ക് അത് തപ്പിപ്പറക്കി കൊണ്ട് തന്നെ. അച്ഛൻ പറയും, ദേ മൊബൈൽ ഞാൻ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുക്കില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ പോയി വേഗം മിറ്റം അടിക്കുകയാണെങ്കിൽ ആ സൈഡിൽ എവിടെയെങ്കിലും വെക്കും. കാരണം പിള്ളേരെ ആരെങ്കിലും വിളിച്ചാൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ കൊണ്ടു കിടക്കണേ. പിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് ഓർത്തിട്ട് എൻ്റെ പെങ്കൊച്ചാണെങ്കിൽ അമ്മ എവിടെയാണ് പോയേക്കണേ, അമ്മ എവിടെയാണ് പോയേക്കണമെങ്കിൽ എൻ്റെ മോള്. അപ്പം പിന്നെ അത്രയും ഞങ്ങൾ ചീത്ത പറയില്ല. വിളിച്ചിട്ടൊന്നും കണ്ടില്ല, ഒന്നുകൂടെ വിളിക്കും. പിന്നെ ഞാൻ അത് കാണുമ്പോൾ മിസ് കോൾ കാണുമ്പോൾ ഞാൻ തിരിച്ച് വിളിക്കും. അങ്ങനെയാണ് സാധാരണ പോകുന്നത്. അല്ലെങ്കിൽ അച്ഛൻ പറയും, അച്ഛൻ എന്നെ വിളിക്കും, റെഡി പിള്ളേരും അച്ഛൻ നടന്നു എനിക്ക് ഫോൺ എടുക്കാൻ വിളിക്കും. മാങ്ങയും മുരിങ്ങാക്കോലും വെന്തട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ച് ചേർക്കും. സിമ്പിളായിട്ട് വെക്കാവുന്ന കറി. സോറി, എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഞാൻ വേഗം പറഞ്ഞ സ്ഥിതിക്ക് ഉപ്പിടാൻ വിട്ടുപോയായിരുന്നു. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഓർത്തെ ഉപ്പിടാൻ പറഞ്ഞു എന്ന്. അപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ ഓർമ്മയുണ്ടെന്ന്. എരിവുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. എരിവുണ്ട്, പുളിയുണ്ട്. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്. തിളച്ചു കേട്ടോ. നമുക്കത് വാങ്ങി ചീഞ്ഞിട്ട് ചൂടാവട്ടെ. ഇപ്പം ചെറുത് വെച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ ഇല്ലേ, അത് കാരണം അത് ചിലപ്പോൾ ചീഞ്ഞു പോകും. രാവിലെ എനിക്ക് ഇടിയപ്പം അറിഞ്ഞു കേട്ടോ. ഇടിയപ്പം അറിഞ്ഞതിൻ്റെ അപ്പച്ചെമ്പ്. പാത്രം ചൂടായിട്ടോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക്, പച്ചമുളക്, ചുവന്നുള്ളി. ഇത് നമ്മുടെ മെയിൻ സാധനം ചെമ്മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിനകത്തേക്ക് ചെമ്മീൻ കിടന്ന്, ചെമ്മീനും വേവണം ശരിക്കും. ചെമ്മീൻ വറുക്കുകയാണ് ഇതിനകത്ത് കിടന്ന് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയും ചെമ്മീനും കൂടെ കൂടി മൂക്കുക. 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അടിപൊളി കൂട്ടാണ്. എല്ലാവരും ഇതൊന്ന്
കുറച്ചപ്പോൾ കെട്ടി. നിങ്ങളുടെ അവിടെയൊക്കെ കാലാവസ്ഥ എങ്ങനെയാണ്? ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ഇനി മാർച്ചിൽ ഞാനിവിടെ നിന്ന് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് എനിക്ക് ഓർക്കാൻ പോലും പറ്റണില്ല. അവിടെ ഒരു ഫാൻ വെച്ച് തരാൻ ഞാൻ പറയുന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ മൂത്തു കേട്ടോ, നന്നായിട്ട് മൂത്തു. നമുക്കിത് ഇട്ട് കൊടുക്കാം. എൻ്റെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും ചെമ്മീനും കൂടെ ഇട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ നല്ല സൂപ്പറായിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ എന്തൊരു ടേസ്റ്റിൽ. മാങ്ങ വെന്തു, മുരിങ്ങാക്കോലും വെന്തിട്ടുണ്ട്, ചക്കക്കുരു വെന്തു, പിന്നെ മൂക്കാത്ത കുരുവാന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ. കുറച്ച് സമയം കൊണ്ട് ചക്കക്കുരുവൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കിട്ടിയ തൊണ്ട് കളഞ്ഞിട്ട് കുരുത്തൊലി കൊണ്ട് കളഞ്ഞ് നാലാക്കി പൊടിച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ അതിട്ടൊരു മാങ്ങയും 2 മുരിങ്ങാക്കോലും ഇട്ട് വെച്ചാൽ 10 ചെമ്മീൻ അത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചാൽ ചോറിന് കൂട്ടാവുന്ന ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും വെച്ച് നോക്കുക. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ.